بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ മുന്നിലിരിക്കുന്ന സുഹൃത്തുക്കളെ, ഇന്ന് ഈ ധന്യമാക്കപ്പെട്ട ഈ നബിദിന വേളയിൽ ഖുർആൻ മനുഷ്യകുലത്തിന് വഴികാട്ടി എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പം ഞാൻ നിങ്ങളോട് സംസാരിക്കാം. ഇതിനാദ്യമായി തൗഫീഖ് നൽകിയ അല്ലാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വഫീ കുല്ലി മഖാം. ബഹുമാന്യരെ, പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകരും ഒരു കൂട്ട കട്ടാള സംഘവും ചേർന്ന് ലോകത്തിനെ പഠിപ്പിച്ച ആ നീണ്ട കഥ പറയാതിരിക്കാനാവില്ല. പരുക്കൻ പ്രകൃതമുള്ള ഒരു ജനതയായിരുന്നു ഖുർആനിന്റെ പ്രഥമ അഭിസംബോധിതർ. ആ ജനതയെ കുറഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ മാനവ മൂല്യങ്ങൾക്ക് തിളങ്ങുന്ന മാതൃകളെ വളർത്തിയെടുക്കുകയും പിന്നീട് അവരിലൂടെ ലോക ജനതക്ക് നന്മയുടെ കൈത്തിരി തെളിയിച്ചു കൊടുക്കുകയും ചെയ്യുന്ന അത്ഭുതമായിരുന്നു ലോകം കണ്ടത്. ശുദ്ധ ഖുർആൻ കേവലം ഒരു രാജ്യത്തിന്റെയോ ഒരു ഭാഷയുടെയോ ഒരു വർഗത്തിന്റെയോ ഒരു കാലഘട്ടത്തിന്റെയോ മാത്രം ഗ്രന്ഥമല്ല, മറിച്ച് അത് അഭിസംബോധനം ചെയ്യുന്നത് മാനസികതയാണ്. കാലദേശ വർഗ ഭാഷാ വിവേചനങ്ങൾക്ക് അതീതമായ മാനസികതയെ യാ അയ്യുഹന്നാസ് എന്ന അഭിസംബോധനത്തിലൂടെയാണ് ഖുർആൻ അടിവരയിടുന്നത്. ധാർമ്മിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാത്ത, എല്ലാ നിലയിലും അരാജക തത്വത്തിൽ ജീവിച്ച, സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞു പെണ്ണായാൽ അപമാനത്തോടു കൂടി കുഴിച്ചു മൂടി അഭിമാനത്തോടു കൂടി വിളിച്ചു പറഞ്ഞു വരുന്നത്. സ്വന്തം ഒട്ടകം അയൽവാസിയുടെ വീട്ടിലേക്ക് പ്രവേശിച്ചാൽ അതിനുവേണ്ടി കാലങ്ങളോളം യുദ്ധം ചെയ്തിരുന്ന യുദ്ധക്കുതിയന്മാരായിരുന്ന ജനത, താൻ മരിച്ചു കഴിഞ്ഞാൽ തന്റെ കുഴിമാടത്തിന് മുകളിൽ കുഴിച്ചു വെക്കുന്ന മുന്തിരിവള്ളികളുടെ വേരുകൾ തന്റെ നുരമ്പിക്കൊണ്ടിരിക്കുന്ന അസ്ഥിഭാഞ്ജനങ്ങൾക്ക് മദ്യത്തിന്റെ ലഹരി പകരുമെന്ന് പറഞ്ഞു ജനത. സാമൂഹികമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും ലവലക്ഷണം നന്മയില്ലാത്ത ജനത, ജീവിതത്തിൽ അടിപിടിയും പെൺപിടിയും കള്ളുകുടിയും മാത്രം ലക്ഷ്യം വെച്ചിരുന്ന, അതിനുവേണ്ടി എന്ത് അനീതിയും എന്ത് അസത്യവും എന്ത് അശ്ലീലവും എന്ത് അക്രമം ചെയ്യാൻ തയ്യാറായ സമൂഹം. قال رسول الله صلى الله عليه وسلم صحابك النجوم فبأي اقتديتم. നക്ഷത്ര തുല്യരായി സംസ്കരിച്ചും ഉദ്ധരിച്ചും ഏറ്റവും ഉദാത്തമായ പുരുഷരായി മാറ്റി. ബഹുദേവത്വവും തജന്യമായ അനാചാരങ്ങളും കീഴടക്കിയ കാലഘട്ടത്തിൽ ഓരോ നാട്ടിലും വീട്ടിലും കുടുംബത്തിലും എണ്ണമറ്റ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന സമയം, ആ എണ്ണമറ്റ വിഗ്രഹങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള അനാചാരങ്ങൾ നിഷ്കാസനം ചെയ്യുന്നതിന് വേണ്ടി വിശുദ്ധ ഖുർആൻ സ്വീകരിച്ചത് ഏറ്റവും ഉദാത്തമായ മാർഗമായിരുന്നു. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന വിഷയ പ്രഖ്യാപനം നടത്തി. നിരീശ്വരവാദിയുടെയും യുക്തിവാദിയുടെയും മുഖത്തടിക്കാൻ ഖുർആനിൽ നിന്ന് നമുക്ക് സാധിക്കുന്നുണ്ട്. ജീവിതം രൂപപ്പെടുത്തുവാനും വ്യക്തി ശുദ്ധീകരണത്തിനും ഖുർആനിന്റെ ഓരോ അധ്യായങ്ങളും ലോക ജനതക്ക് മാതൃകയാണ്. പ്രവാചകരുടെ സ്വഭാവത്തെ കുറിച്ച് മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു വെക്കുന്നത് കാന ഖുൽഖുഹു ഖുർആൻ തന്നെയാണെന്നാണ്. പരിശുദ്ധ ഖുർആൻ കൊണ്ട് വിജയിച്ചൊരു കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.